ഇത് ഉണ്ടോ, ഇത് ഈ മരം ഒരു മരമാണ്. ഇതിൻ്റെ ചുവട്ടിൽ എത്ര ഉണങ്ങിയ ഡ്രൈ ആയിട്ട് കിടക്കുന്നത് നോക്കുക. ഇത് നല്ല വേനൽക്കാലമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇത് മാർച്ച് മാസം 6-7 തീയതികളായി. അപ്പോൾ മണ്ണെത്രത്തോളം ഡ്രൈ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുക. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല ഉണ്ടോ. അപ്പോൾ ഇതൊരു മരം നിൽപ്പുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കുറേ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് അതെന്താണെന്ന് സംബന്ധിച്ച് നോക്കുക. ഇത് ഒരു ജാതിയാണ് ഉണ്ടോ. അപ്പോൾ ജാതിയുടെ ചുവട്ടിൽ അല്പം പോലും നനവില്ലെങ്കിലും എത്ര നല്ല പച്ചപ്പിലാണ് ഈ ജാതി നിൽക്കുന്നത് നോക്കുക ഉണ്ടോ. ഇതാണ്. അപ്പോൾ ഈ കർഷകൻ പറയുന്നത് ഇതുവരേക്കും അദ്ദേഹം ഇത് നനച്ചിട്ടില്ല എന്നാണ് ഇപ്പം. അതായത് മഴക്കാലം മാറിയതിൽ പിന്നെ ഇതുവരെയും ഒരു പ്രാവശ്യം പോലും ചുവട്ടിൽ നന കൊടുക്കാത്ത ഒരു ജാതിയാണിത്. എന്തുകൊണ്ടായിരിക്കും എത്ര പച്ചപ്പിൽ ഈ കൊടും വേനലിലും ഈ ജാതി ഇതുപോലെ ഒരില പോലും പൊഴിയാതെ നിങ്ങൾ ചുവട്ടിൽ നോക്കുമ്പോൾ അറിയാം ഇലകളൊന്നും കാണാനില്ല കണ്ടോ. ഇത്ര പച്ചപ്പിൽ നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ മറ്റു ചില ജാതിയുണ്ട്. അപ്പോൾ അത് വിളറിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് മൂലം. അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് കൊണ്ടോ, ഇതാണ് അടുത്ത ജാതി ഉണ്ടോ. ഇതിനൊരു മഞ്ഞ കളറാണ്, വിളറിയിട്ടുണ്ട്. ഇത് നോക്കുക. ഇതും ഒരു വളർച്ച ബാധിച്ച് മഞ്ഞ കളറിൽ വളർച്ച ബാധിച്ച് മിക്കവാറും ആളുകളുടെ എല്ലാം കൃഷിയിടങ്ങളിലുള്ള ജാതി ഇങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് ഇതുപോലെ വിളറി നിൽക്കും, ഇലയെല്ലാം പൊഴിഞ്ഞ്. വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ് ഇത് കൂടുതലായിട്ട് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു ജാതി നോക്കുക, വ്യത്യാസം ഉണ്ടോ. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ കാരണം? അതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പച്ചപ്പ് നിൽക്കുന്ന മറ്റൊരു ജാതിയാണ് ഇത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇല എത്രത്തോളം പച്ചയായിട്ടാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക ഉണ്ടോ. അപ്പോൾ ഈ ഒരു ജാതിക്കും കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച ജാതിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുണ്ടോ, ഇത് അതിനടുത്ത് നിൽക്കുന്ന മറ്റൊരു ജാതി. ഇതിൻ്റെ കളറുണ്ട്, ഇലകളെല്ലാം മങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല പച്ചപ്പ് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ഇത് മഞ്ഞിട്ട് നിൽക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ വ്യത്യാസം ഒന്നുമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. ഇതൊരു ബഡ് ജാതിയാണ്. ആ ബഡ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് നിരീക്ഷിക്കുമ്പോൾ അറിയാൻ പറ്റും ഉണ്ടോ. ഈ ഒരു ഭാഗമാണ് ബഡ് നടത്തിയിട്ടുള്ളത് ഉണ്ടോ. അവിടെ ഒരു മുഴ പോലൊരു വ്യത്യാസം നിങ്ങൾക്ക് നിരീക്ഷിക്കുന്നുണ്ടോ ഉണ്ടോ. ബഡ് ജാതിയാണ്. പക്ഷേ ഇത് ബഡ് ചെയ്തിരിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ബഡ് ജാതികളൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇതിനെന്താണ് പ്രത്യേകത? അതാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇത്ര പച്ചപ്പ് നിൽക്കാനുള്ള കാരണം വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ ഡ്രൈ സീസണിൽ ഇത്ര പച്ചപ്പ് നിൽക്കുന്നതിന് കാരണം ഇത് കാട്ടുജാതിയിലാണ് ബഡ് ചെയ്തിരിക്കുന്നത്. കാട്ടുജാതി എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ആ കാട്ടുജാതിയിലാണിത് ബഡ് ചെയ്തിരിക്കുന്നുള്ളതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കാട്ടുജാതിയിൽ ബഡ് ചെയ്താൽ ഇങ്ങനെ പച്ചിച്ച് നിൽക്കും എന്നുള്ളതിന് എന്താണ് കാരണം? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് കാട്ടുജാതി എന്ന് പറയുന്നത് ഒരു മരമാണ്. ആ മരത്തിൻ്റെ അതിന് തായ്വേരുണ്ട്, അതങ്ങ് അടിയിലേക്ക് പോകും. ഇപ്പോൾ പ്ലാവിന് തായ്വേരുണ്ട്, അതുപോലുള്ള പല മരങ്ങൾക്കും തായ്വേരുണ്ട് എന്ന് പറഞ്ഞതുപോലെ കാട്ടുജാതിക്കും തായ്വേരുണ്ട്. അപ്പോൾ ഈ തായ്വേര് അങ്ങ് അടിയിലേക്ക് പോകുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം അതിനുണ്ടാകത്തില്ല. കാരണം അടിയിൽ നിന്നും മണ്ണിനടിയിൽ വെള്ളം ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ. ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ ജാതിച്ചെടിയെ അല്പം പോലും വെയിലത്ത് വാടാതെ നല്ല പച്ചപ്പ് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അതേസമയം എത്ര വലിയ ജാതിയാണ് പോലും വെള്ളം നന കൊടുക്കാത്തൊരു ജാതിയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറും. അത് ഈ വേനൽക്കാലത്തെ ഇലയെല്ലാം പൊഴിച്ച് മഞ്ഞ കളറിലേക്ക് വരും. വെള്ളത്തിൻ്റെ ദൗർലഭ്യം ശരിക്കും നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇതിന് അങ്ങനെയൊരു ഇത് നമുക്ക് നിരീക്ഷിക്കാൻ തക്കണം കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാട്ടുജാതിയിൽ ബഡ് ചെയ്താൽ ഇതുപോലൊരു ഗുണമുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാൻ കഴിയാത്ത പുരയിടങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജാതി കൃഷി നടത്തുമ്പോൾ കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ള ഗുണമുണ്ട്. അതിന് തായ്വേര് അങ്ങ് അടിയിലേക്ക് പോകുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് മുഖാന്തരം ജാതി ഒരിക്കലും ഉണങ്ങാനോ അല്ലെങ്കിൽ ഇല പൊഴിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നനയ്ക്കാൻ സൗകര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കുന്നിൻ്റെ മുകളിലും അതുപോലെ വെള്ളം ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം ജാതി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു ടെക്നിക്കിലൂടെ അവർക്ക് ആ വെള്ളത്തിൻ്റെ ദൗർലഭ്യത്തെ മറികടക്കാൻ തക്കണം കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട, കാരണം ജാതിക്ക് സാമാന്യം ഭേദപ്പെട്ട വില കിട്ടുന്നുണ്ട്. ജാതിക്കായ്ക്കും പത്രിക്ക് ഇപ്പോൾ നല്ല വിലയുണ്ട്, 1000-ലധികം രൂപ വിലയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാതെ. അപ്പോൾ അതുകൊണ്ട് വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്നൊരു കൃഷിവിളയാണത്. മിക്കവാറും ജാതിക്കായൊക്കെ നമുക്ക് വേനലാണെങ്കിലും ഉണ്ടാവും. നനയെ കൊടുക്കുകയാണെങ്കിൽ വേനലും കായ ഉണ്ടാവും. പത്രിക്ക് അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ കായ്ക്കും ഒരുപോലെയുള്ള വില നമുക്ക് കിട്ടും. പക്ഷേ കായ്ക്ക് തൂക്കം കൂടുതലുണ്ടെന്നാൽ പത്രിക്ക് തൂക്കം കുറവുണ്ടെന്നാലും നമ്മൾ മൊത്തത്തിൽ വരുമ്പോൾ നമുക്ക് പത്രിയുടെ വിലയും കായയുടെ വിലയൊക്കെ തുല്യമായിരിക്കും ഏകദേശം.
അപ്പോൾ അത് വേറെ അധ്വാനമൊന്നുമില്ല, നമുക്ക് ചവിട്ടി ചാടുന്നത് പെറുക്കിയെടുക്കാതെ ചവിട്ടിച്ചാടി പെറുക്കിയെടുത്താൽ പലപ്പോഴും ചീഞ്ഞ് പോകും. ഒരു തോട്ടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആളുകളെ ഉപയോഗിച്ചോ നമുക്കത് പറിച്ചെടുത്തിട്ട് അത് പൂവായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം വ്യത്യാസം ഇതാണ്. അപ്പോൾ അതേസമയം തന്നെ ഒരു 50 വർഷത്തോളം പഴക്കമുള്ള ഒരു കാട്ടുജാതി അല്ലാത്തൊരു ജാതിയുണ്ട്. 50 വർഷം പഴക്കമുണ്ട്, തടിക്ക് വലിയ വണ്ണമുണ്ട്, എങ്കിൽ പോലും അത് എപ്രകാരം നിൽക്കുന്നതിന് ചുവട്ടിലുള്ള അവസ്ഥ ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. ഇപ്പം ഇത് കാട്ടുജാതിയല്ല, പക്ഷേ ഇത് ഏകദേശം ഒരു 50 വർഷത്തോളം പഴക്കമുള്ള ഒരു ജാതിയാണ് ഇത്. നിങ്ങൾക്കറിയാം അതിന് വലിപ്പം ഏകദേശം, എനിക്ക് ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ടോയെന്നറിയില്ല, ഏകദേശം ഒരു പ്ലാവിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. അതിൻ്റെ വൈഡായിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പ്ലാവിൻ്റെ ഒരു പൊക്കവും അതുപോലെ തന്നെ ഭയങ്കര വിശാലമായിട്ടാണ് നിൽക്കുന്നത് ഏരിയ. അപ്പോൾ അതിൻ്റെ ചുവട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് എത്രത്തോളം വലുതാണെന്ന് സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ ചുവട് കാണിക്കാം. ഇത് കണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം വലിയൊരു മരമാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഉണ്ടോ ഇത്? അപ്പോൾ ഇതിനൊരു 10-50 വർഷത്തോളം പഴക്കമുണ്ടെന്ന് അവർ പറയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വ്യത്യാസം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നനയ്ക്കുന്നൊരു ജാതിയാണ്. കാര്യമായിട്ടുള്ള കായൊന്നും ഇല്ല അതിൽ. ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളിതിൻ്റെ ചുവട്ടിലേക്ക് നോക്കുക, എത്ര ഇഞ്ച് കനത്തിനാണ് ഇതിൻ്റെ അകത്ത് കരികില കിടക്കുന്നത് നോക്കി. ഇതുണ്ടോ? ഇതെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പൊഴിഞ്ഞ് കിടക്കുന്നതാണ്. ഉണ്ടോ? ഇതിൻ്റെ ചുവട്ടിൽ പൊഴിഞ്ഞ് കിടക്കുന്നത് ഇതുണ്ട്. ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. അതുപോലെ മൊത്തം കരിയില അതിൻ്റെ ഇല ചാടി വ്യാപിച്ചിരുന്നത്. എത്ര ഇഞ്ച് കണക്കാണെന്ന് നോക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കാട്ടുജാതിയിലല്ലാത്ത ജാതിയാണ് നമുക്കുള്ളതെങ്കിൽ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. ഇതിപ്പോൾ നനച്ച് കൊടുക്കുന്നതാണ്. നനച്ച് കൊടുത്തിട്ട് ഇതിനെ നടത്താൻ നിൽക്കുന്നവർക്ക് കഴിയുന്നില്ല. നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇത്രയൊക്കെ പച്ചപ്പ് നമുക്ക് കാണാൻ തക്കണം കഴിയുന്നത് നനച്ച് കൊടുക്കുന്നുണ്ടാണ്. പക്ഷേ കാട്ടുജാതിയിലാണെങ്കിൽ അതേസമയത്ത് തന്നെ ഒരു നന പോലും എത്ര കൊടും വേനക്കും കൊടുക്കേണ്ട കാര്യമില്ല. അത് നല്ല തഴച്ച് വളർന്ന് വരും. അതാണ് എൻ്റെ ഗുണം. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് നല്ല ഇനം ജാതി കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ലൊരു വിജയമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഏതാണ് നിങ്ങളുടെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലാത്ത ജാതിയാണെന്ന് നോക്കുക, അതൊക്കെ ഇങ്ങനെ വളർച്ചയിലും കുറവായിരിക്കും. അതിൻ്റെ കളറൊക്കെ മങ്ങി നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ജാതികളാണ് കണ്ടോ? അപ്പോൾ അത് തന്നെ അറിയാം, ഒരു മഞ്ഞ കളർ. സ്വാഭാവികമായിട്ടൊരു മഞ്ഞ കളർ തന്നെ അതിലെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് വേനൽക്ക് അങ്ങനെ ഉണ്ടാകുന്നതാണ് സ്വാഭാവികമായിട്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, കാട്ടുജാതിയിലാണെങ്കിൽ ആ പച്ചപ്പൊരിക്കലും മായാതെ നിൽക്കും, തന്നെയല്ല കരുത്തും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തക്കണം. ഞാൻ നിങ്ങളെ ഇന്നത്തെ ഈ വീഡിയോ കർഷകരെന്നതിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ചില വിവരങ്ങളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വളരെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ ആ വിധത്തിൽ കൃഷി ചെയ്യുന്ന ഒത്തിരി കർഷകരുണ്ടായിരിക്കും. എന്നാലും എല്ലാവർക്കും ഈ ടെക്നിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിതൊന്ന് പരിചയപ്പെടുന്നത്. ഇപ്പോൾ വെള്ളം ഇല്ലാത്ത മേഖലകളിലൊക്കെ എങ്ങനെ ഒരു കൃഷി നടത്താമെന്ന് സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടുന്ന തന്നെ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതോടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.